നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കന്നഡ ഗുണ്ടകൾ. അരെ വാ, സൂപ്പർ പ്ലാൻ. പക്ഷേ നീയും ഫ്രണ്ട്സും എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാവും. ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ സൽക്കരിച്ചില്ലെന്ന് പിന്നെ പരാതി പറയരുത്. ഒട്ടും ടൈമില്ല ബേബി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നീ പോയി എല്ലാം മുടിച്ചിട്ടപ്പുറം വാ. ഞാൻ ഇങ്ങേ വെയിറ്റ് பண்ணலாம். നോ നോ നോ. എടി കൊച്ചിക്കാരി കൊച്ചി ത്രേസ്യേ, നിന്റെ ഒരു ബ്ലാക്ക് മെയിലിങ്ങും ഇവിടെ നടക്കില്ല. അവിടെ വെച്ച് പോലും നിന്റെ ഹണി ട്രാപ്പിന്നെ നിഷ്പ്രയാസം ഊരിപ്പോന്നവനാ ഞാൻ. പിന്നെ പവിത്രനങ്ങൾ നിനക്കന്ന് കാശ് തന്നത് സ്വന്തം വീഡിയോ നീ പബ്ലിക്കാക്കുമെന്ന് വിരട്ടിയിട്ട. അത് പവിത്രനങ്ങൾ എൻ്റെ പേരിലാക്കി. അതിപ്പോ പവിത്രനങ്ങൾ ഇവിടെ പാടി നടക്കുന്നുമുണ്ട്. ഏതായാലും നമ്മൾ കണ്ടിട്ടേ പിരിയുന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാതെ പോയാ നിന്റെ കുട്ടിപ്പട്ടാളത്തിന് നല്ല നാടൻ പത്തലടി. നീ പത്തലടി എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, നിന്റെ മട്ടാഞ്ചേരിയിൽ പത്തലില്ലല്ലോ. നല്ല നഞ്ചും പത്തലും വെട്ടിയടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ കാറിലും വണ്ടിയിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തേക്കല്ല, ഇതിപ്പോ സ്മൂത്തായിട്ട് അങ്ങ് കഴിയും. പിന്നെ ശ്രേയും ഞാനുമായിട്ട് പോകുമ്പോൾ ചുമ്മാ കരുതി വെച്ചിരുന്ന പത്തല. കന്നഡ ടീമല്ല, നല്ല നാടൻ മലയാളി ടീം. അവിടെ നിനക്ക് സെറ്റപ്പുണ്ട്, എനിക്ക് ഇവിടെ ഉണ്ടടി ഈ സെറ്റപ്പ്. നല്ല കിടുക്കാച്ചി സെറ്റപ്പ്. ഫുഡ് കഴിച്ചിട്ട് അവന്മാരുടെ സൽക്കാരവും കഴിഞ്ഞ് രാത്രിയിൽ ലോക്കൽ ട്രെയിനിൽ കയറ്റിവിടാം. നമുക്കെന്നേ സ്പെഷ്യലായിട്ട് ഓരോ ബിയർ ഒരുമിച്ചങ്ങ് സിപ്പ് ചെയ്യാം. അങ്ങനെ നിന്നെ അങ്ങ് വെറുതെ വിടാൻ പറ്റൂടി? ഓടാ മോനെ നിഖിലേ, നീ വെറുതെ സ്വപ്നം കാണണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ ഇപ്പൊ ചെല്ല്, அந்த சின்ன ஹுடிകളുടെ കൂടെ കൂത്താട്. അപ്പോ പാക്കല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? നിഖില് പേടിക്കണ്ട, ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോ നീ ആദ്യം ചെന്ന് പറയേണ്ടത് അമ്മയോടല്ലേ? അമ്മയോടെന്ന് പറഞ്ഞത് രഞ്ജിനി മേഡത്തെ ഉദ്ദേശിച്ചല്ല. ഗിരിജ മേഡം അറിയാതെ പവിത്രൻ സാറ് മാത്രമായിട്ട് ഇതുപോലൊരു സീരിയസ് ഇഷ്യൂ ഉണ്ടാക്കില്ല. അവര് ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനായത്. ബാംഗ്ലൂരിൽ നിന്ന് ആ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ അല്ല. അവസാനം നിഖിലിനോട് വെച്ച ഡിമാൻഡ് വീണയുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന. അതിനർത്ഥം ശ്രേയയുമായി നിനക്കുള്ള സ്നേഹബന്ധത്തെ അവർ സംശയിക്കുന്നുണ്ട്. കല്യാണത്തിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും എല്ലാവരെയും മണ്ടന്മാരാക്കി ഒളിച്ചോടുവെന്ന് പവിത്രൻ സാർ ഭയപ്പെടുന്നുണ്ട്. എന്താ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല? അമ്മയോട് പറയാൻ ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നോട് പറയായിരുന്നല്ലോ. ഞാൻ വീണയോട് പറഞ്ഞ് പിന്തിരിപ്പിക്കുമായിരുന്നല്ലോ. ഹൽദി വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് പിന്നെ എന്തിനാ? ഇവനെ നല്ല അടിയാ കൊടുക്കേണ്ടത്. ബാംഗ്ലൂരിൽ ഡ്രഗ്സും പെണ്ണും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇപ്പൊ ഞാൻ മാറി നന്നായിന്നൊക്കെ ഞാനിങ്ങനെ വിശ്വസിക്കും. ഇനി ശ്രേയയായാലും വീണയായാലും
രണ്ടുപേരും ഈ മരുവത്തൂർ കുടുംബത്തിലുള്ളവരല്ലേ? അവളെയല്ല ഏത് പെണ്ണിനെ ആയാലും ഇങ്ങനെ ചതിക്കാമോ? അല്ല, ഞാൻ അല്ലമ്മേ, വീണയ്ക്ക് പോലും അറിയില്ല ശ്രേയുമായിട്ടുള്ള റിലേഷൻ. ആ അവളാണെങ്കിൽ നിഖിലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ഓ, രണ്ടു വള്ളത്തിലും ഒരേ സമയം ചവിട്ടിക്കയറാനാ നിന്റെ ഉദ്ദേശം? അതേതായാലും ഈ വീട്ടിൽ നടക്കില്ല. നിനക്ക് വീണയെ വിവാഹം കഴിക്കാൻ പരിപൂർണ സമ്മതമാണോ അല്ലയോ? അതാദ്യം പറ. വല്യമ്മേ, ശ്രേയ എനിക്ക് ഇഷ്ടമായിരുന്നു. അവൾക്കും എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവള് ഒഴിഞ്ഞു മാറുവാണ്. പ്രത്യേകിച്ച് പവിത്രൻ അങ്കിളിനെ ഞാൻ മനഃപൂർവ്വം തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അങ്ങനെയാ അവൾ വിശ്വസിക്കുന്നത്. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എത്ര പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണയോ ശ്രേയോ അല്ല എൻ്റെ പ്രശ്നം. പ്രവീണയാണല്ലേ ഹണി ട്രാപ്പ്. 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോവെന്ന് പവിത്രൻ സാറിന്റെ വക ഭീഷണി. അതല്ലേ നിഖിലിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? അതേ ദർശനെടുത്തി. ആ പെണ്ണുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു റിലേഷനും ഇല്ല. ഫ്രണ്ട്സുമായി ഇടയ്ക്ക് ഒരു റിലീഫിന് ബിയർ പബ്ബിൽ പോവാറുണ്ട്. മ്യൂസിക്കും ഡാൻസും ഒക്കെ കൂടി വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ന്യൂ ജനറേഷൻ്റെ വേറൊരു ലോകം. ഫ്രണ്ട്സിൻ്റെ നിർബന്ധം കൊണ്ട് ഞാനും 1-2 തവണ പോയിട്ടുണ്ട്. പക്ഷേ അവൾ എന്നോടൊപ്പം ഡാൻസ് ചെയ്തിട്ട് രഹസ്യമായി അത് ഷൂട്ട് ചെയ്തു. പിന്നെ ബഹളത്തിനിടയ്ക്ക് അവരൊക്കെ ബലമായിട്ട് ഏതോ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തു. എന്നിട്ട് അവളെയും ചേർത്ത് നിർത്തി അവർ ഷൂട്ട് ചെയ്തു, മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ലക്ഷം രൂപ തന്നാലേ വിട്ടയക്കൂ. വീട്ടുകാരുടെ നമ്പർ കൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടു. ഞാൻ കൊടുത്തില്ല. പവിത്രൻ അങ്കിളുമായിട്ടുള്ള കണക്ഷൻ കണ്ടുപിടിച്ച് പവിത്രൻ അങ്കിളിനെ അവർ ബന്ധപ്പെട്ടു. അങ്കിൾ വന്ന് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്നെ മോചിപ്പിച്ചു. എന്തൊരു ഉദാര മനസ്കത അമ്മേ. എനിക്ക് തോന്നുന്നത് പവിത്രൻ സാറും ചേർന്ന ആ ഹണി ട്രാപ്പ് ഒരുക്കിയതെന്നാ. ഇന്ന് അവരെ കൊണ്ടുവന്ന് കളിക്കുന്നതും സാറ് തന്നെയാ. ഇപ്പോഴത്തെ ഡിമാൻഡ് 5 ലക്ഷം രൂപയാ. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആരായാലും കൊടുക്കുമെന്ന് അവർക്കറിയാം. പവിത്രൻ സാറിന് പണമല്ല ആവശ്യം. വീണയും നിഖിലുമായിട്ടുള്ള കല്യാണം നടക്കണം. അത് നടന്നാലേ ശ്രേയയെ നിഖിലിൽ നിന്ന് അകറ്റാൻ പറ്റും. കന്നഡക്കാരിയെ പറഞ്ഞുവിടാൻ പവിത്രൻ ആവശ്യപ്പെടുന്നത് 5 ലക്ഷം രൂപയല്ലേ? അത് ഞാൻ തരാം. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായാലും അത് നമുക്ക് പിന്നീട് കണ്ടെത്താം.